പാമ്പ് മുതലാളി, പാമ്പ് പാമ്പ്, വേഗം വാ, എല്ലാരും വാ. ദേ പാമ്പ്. എന്താ നിശ? പാമ്പ്. പാമ്പോ? ആ, ദേ പാമ്പ്. അയ്യോ ദൈവമേ, നാഗരാജാവേ, ഇങ്ങോട്ട് എന്തിനാ വന്നേ? അയ്യോ, വീടിനടുത്ത് വീണ്ടും പാമ്പുകളെ കണ്ടു തുടങ്ങിയല്ലോ. പാമ്പ് വരരുതെന്ന് വിചാരിച്ചല്ലേ നമ്മൾ പൂജകളൊക്കെ നടത്തിയത്. നാഗരാജാവേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? ഞങ്ങൾ അരുതാത്തത് എന്തെങ്കിലും ചെയ്തു പോയോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. എല്ലാരും കുറച്ചേരം ഒന്നും ഉണ്ടായിരുന്നേ. ആ പാമ്പ് പിടുത്തക്കാരെ വിളിച്ച് വേഗം ഇതിനെ ഇവിടുന്ന് മാറ്റ്. പാമ്പിനെ പിടിച്ച മായാങ്കിനി പിടിക്കപ്പെടും. എന്താ ഇപ്പൊ ചെയ്യാ? അച്ഛാ, ആദ്യം ഈ പാമ്പിനെ പിടിക്കുന്ന ആളെ വിളിക്ക്. അതെ, നിങ്ങളോടല്ലേ പറഞ്ഞത്, അവരെ പെട്ടെന്നൊന്ന് വിളിക്ക്. ശരി നന്ദീശ, ഫോൺ വിളിക്ക. അങ്കിൾ, ഇപ്പൊ വിളിക്കണ്ട. ഡാഡി, ഇതിനൊക്കെ എന്തിനാ വെറുതെ പിടിക്കുന്നേ? അത് അതിന്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളല്ലേ. നീ എന്താടാ ഈ പറയുന്നേ? അതിനെ അങ്ങനെ വിട്ടാ അത് നമ്മളെ തന്നെ കടിക്കില്ലേ? നന്ദീശ, നീ വിളിക്കേ. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മുതലാളി, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. അയ്യോ മോനെ, കൊച്ചുമലയാളി, വേണ്ട. വേണ്ടത് പറ. ത്രിവിക്രം, പാമ്പിനോട് കളിക്കാൻ നിൽക്കണ്ട. നീ അതിനെ വിടെ. ഡാഡി, നമ്മൾ അതിനൊന്നും ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഡോണ്ട് വറി. ഓക്കെ ഓക്കെ ഓക്കെ, ഈ കാര്യത്തെക്കുറിച്ച് ഇനി ഇവിടെ ചർച്ച വേണ്ട. എല്ലാവരും പോയി പാർട്ടി കണ്ടിന്യൂ ചെയ്. ഗോ 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 ഗോ. ചെല്ലേ, എല്ലാവരും ചെല്ലേ. മഹാദേവ, ഞാൻ അവിടെ നിന്ന് വരാൻ ഒരല്പം കൂടി വൈകിയിരുന്നെങ്കിൽ എന്ത് അത്യാപത്തി ഇവിടെ സംഭവിച്ചേനെ. എല്ലാവരും എന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിയേനെ. ഭാഗ്യം, എന്റെ രൂപം മാറുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റി. ഇല്ല, ഇനി അങ്ങോട്ടേക്ക് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. എന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പിഴവുണ്ടായ എനിക്ക് എന്റെ ആദിശേഷനെ പിന്നെ തിരിച്ചു കിട്ടില്ല. ഞാൻ നാഗകന്യകയാണെന്നുള്ള കാര്യം ത്രിവിക്രം അറിഞ്ഞ പിന്നെ ഞങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കില്ല. അങ്ങനെ സംഭവിക്കരുത്, അങ്ങനെ സംഭവിക്കരുത്. മഹാദേവ, യാതൊരു തടസ്സങ്ങളുമില്ലാതെ എന്റെയും ത്രിവിക്രമന്റെയും കല്യാണം മംഗളമായിട്ട് തന്നെ നടക്കണേ. വീണ്ടും തിരിച്ചു കിട്ടിയ എന്റെ ആദിശേഷനെ ഒരു കാരണവശാലും എനിക്കിനെ നഷ്ടപ്പെടുത്താൻ വയ്യ. എന്റെ കൂടെ ഉണ്ടാവണേ. അങ്ങോട്ട് ആളുകൾക്കിടയിലേക്ക് വരില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വന്നത്? നാഗങ്ങൾക്ക് മകുടി ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നറിയില്ലേ? ആ പാട്ട് എന്തിനാണ് വെച്ചത്? സോറി, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നോക്ക്, എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, സമയം വരുമ്പോ അവനെ വിളിച്ചോണ്ട് പൊയ്ക്കോ. എപ്പോഴും അവന്റെ മേലൊരു കണ്ണ് വേണം. ശരി.
എന്താണ് ബ്രോ ഒറ്റയ്ക്ക് കുടിച്ചോണ്ടിരിക്കുന്നത്? സന്തോഷം കൊണ്ടുള്ള കൂടിയാണോ ഇത്? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിനും മാത്രം എന്തിപ്പോ ഉണ്ടായേ? എനിക്ക് എന്റെ ശിവാനിയെ കിട്ടിയില്ലേ? 4 ദിവസത്തിനുള്ളിൽ എന്റെ അവളുടെയും കല്യാണമല്ലേ. അതിനെ ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. ബ്രോ, ഞാനിപ്പോ തന്നെ കല്യാണം കഴിച്ചെങ്കിൽ ജീവിക്കും. നീ സിംഗിളായിട്ട് ജീവിക്കാൻ പോവാണ്. നീ ഏതൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നല്ലോ, അവളെ നിനക്ക് കല്യാണം കഴിക്കാൻ കിട്ടൂലേ? 1 വേ ട്രാഫിക് ആണല്ലോ ബ്രോ. ഇപ്പം തന്നെ അതൊക്കെ പറയുന്നേ, അതൊക്കെ വിട്ടേക്ക്. ബ്രോ, ഞാൻ എപ്പോ ചോദിച്ചാലും ഇത് തന്നെയല്ലേ പറയാറ്. അല്ല, അവള് ഇനി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ? അല്ലടാ, നിങ്ങൾ ബ്രേക്കപ്പ് ആയ? നിന്റെ മുഖം കണ്ടിട്ട് എന്തോ ബ്രേക്കപ്പ് ആയ പോലെയാണല്ലോ തോന്നുന്നേ. ബ്രോ, എന്റെ ബാച്ചിലർ പാർട്ടി നിന്റെ ബ്രേക്കപ്പ് പാർട്ടി ആയ? ബ്രോ പ്ലീസ്, ഈ ടോപ്പിക് അങ്ങ് വിട്ടേക്ക്. ടോപ്പിക്ക് വിടണോ വിടണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഞാൻ. ഇതിനെപ്പറ്റി ഇപ്പൊ എനിക്ക് സംസാരിക്കണം. കമോൺ ബ്രോ, നിന്റെ ലവ് സ്റ്റോറി എന്താന്ന് എനിക്കറിയണ്ടേ? ഒന്ന് പറ ബ്രോ. ബ്രോ, നിന്റെ ലവ് സ്റ്റോറി എന്താന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ. പറ ബ്രോ പ്ലീസ്, എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. ഏയ്, അങ്ങനെ പോവല്ലേ. നീ ഇവിടെ നിന്ന് സംസാരിക്ക. എന്നാ ശരി, നിന്റെ ലവ് സ്റ്റോറി നീ പറയണ്ട. എന്റെ ലവ് സ്റ്റോറി എനിക്ക് പറയാലോ, അത് നിനക്ക് കേൾക്കാലോ. ബ്രോ, ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നീ കഴിക്കടാ. എനിക്കോ? വേണ്ട ബ്രോ, ഞാൻ കുടിക്കാറില്ലല്ലോ. കഴിക്കടാ. വേണ്ട ബ്രോ പ്ലീസ്. എന്താണ് ഇത്? ബ്രോ, ഇനി 4 ദിവസമുള്ളൂ എന്റെ ശിവാനിയുടെയും കല്യാണം കഴിയാൻ. കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ചാർജ് നിൽക്കാം. ഞാൻ അവിടെ താലി കെട്ടാൻ മാത്രം വരും. നീ അവിടെ ഉള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കണം. വേറൊരു കാര്യം പറയട്ടെ, എന്റെയും ശിവാനിയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം ഹണിമൂൺ ആഘോഷിക്കാൻ എങ്ങോട്ടാ പോവാ? ഗോവ, ബാംഗ്ലൂർ, ഇതൊക്കെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളല്ലേ. ഞങ്ങളുടെ ഹണിമൂൺ ആരുടെയും ശല്യം ഉണ്ടാകാൻ പാടില്ല. മാൽഡീവ്സ്, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി. ബ്രോ, മാൽഡീവ്സിൽ പോയി എങ്ങനെ ഉണ്ടാവും ബ്രോ? അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. യൂറോപ്പിൽ പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അവിടെ ഞാനും ശിവാനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. ബ്രോ, നീ കുടിക്കാൻ തുടങ്ങിയ? ബ്രോ, ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്തിനാ നീ കുടിച്ചേ? അല്ല, നമ്മളവിടെ പറഞ്ഞു നിർത്തി. യൂറോപ്പ് അല്ലേ? യൂറോപ്പ് മാത്രം പോരാ ഞങ്ങൾക്ക്. യൂറോപ്പിൽ നിന്ന് ഞങ്ങള് നേരെ ഓസ്ട്രേലിയയിലേക്ക് പോകും. അവിടെ ബ്രോ, അങ്ങനെയൊന്നും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ നിന്റെ കഥയൊന്നും നിർത്താനാ പറഞ്ഞേ. അളേ, ഞാൻ പറഞ്ഞ കഥയല്ല, സത്യ. ഞാനും ശിവാനി ഒന്നാവില്ല. ബ്രോ, നീ അപ്പൊ എന്തൊക്കെ പറഞ്ഞില്ലേ?
ആരുടെയോ തലയില് എന്തൊക്കെ എഴുതിയിരിക്കുന്നു അത് മാത്രമേ നടക്കൂന്ന്. സത്യം തന്നെയത്. എങ്കിലേ ആ തലയിലെടുത്ത് എഴുതാൻ പറ്റിയ പണ്ഡിതരൊന്നും ഇല്ല. അങ്ങനെ സംഭവിക്കുന്നു നമ്മൾ കരുതും, അത്രേ ഉള്ളൂ. പക്ഷെ ശരിക്കും ആർക്കായാലും സംഭവിച്ചു കഴിഞ്ഞാലേ സംഭവം എന്താണെന്നറിയും. ആർക്കൊക്കെ കിട്ടാൻ യോഗമുണ്ടോ അവർക്കേ കിട്ടുള്ളൂ. എന്നുവെച്ചാ നീ എന്താ പറഞ്ഞു വരുന്നത്? ആരെ ആർക്ക് കിട്ടണമെന്നുണ്ടോ അത് അവർക്കേ കിട്ടത്തുള്ളൂ. ബ്രോ, അതുകൊണ്ടാണല്ലോ ശിവാനി എനിക്ക് കിട്ടിയത്. കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. കിട്ടുമെന്നുള്ളൊരു വിശ്വാസമല്ലേ. അവളെ നേടുന്നത് എന്റെ ലക്ഷ്യം. എന്താ പറഞ്ഞ? ഒന്നുമില്ല ബ്രോ, എനിക്ക് ഡാൻസ് ചെയ്യാനൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഡാൻസാ? ആ, ഞാൻ ഒരു പാട്ടിട്ടേക്കാം, എന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. സതിരുമായി വരികയായി പറവകൾ ഇതിലേ നുരയുമീ തിരതൊടും ചെറുവിരൽ കുളിരായി പതിയെ പതിയെ ഇവിടെ പടരുമീ കാറ്റിനൊന്മാദമായി. ഓ തനകതും തകതും തനകതും തകതും തനകതും തകതും തകതിനിത. ബ്രോ, എനിക്കൊരു ഡൗട്ട്. ഈ മദ്യത്തിനാണോ കിക്കുള്ളത് അതോ ഈ കുപ്പിക്കാണോ കിക്കുള്ളത്? എനിക്കത് ശരിക്കും അറിയത്തില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളത് കള്ളിനാണ് കിക്കുള്ളതെന്നാണ്. ബ്രോ, ഈ കള്ളിനാണ് കിക്കെങ്കിൽ ബോട്ടിൽ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്? ശരിയാണല്ലോ, എനിക്കത് അറിയത്തേ ഇല്ലായിരുന്നു. നീ ഒരു പൊട്ടനാടാ. ബ്രോ, ഒരു കാര്യം അറിയാം, ഈ കള്ള് ശരിക്കും ശിവാനിയെ പോലെ. ഇതിന്റെ കിക്ക് വേറെ ലെവലാ. ഇത് ശിവാനിയെ പോലെയാണോ? ആ ബ്രോ, കിക്ക് എന്ന് പറഞ്ഞ ശിവാനി, ശിവാനി എന്ന് പറഞ്ഞ കിക്ക്. അങ്ങനെയാണോ? ബ്രോ, ഇത് ശിവാനിയാണോ? ശിവാനിയെ ഞാൻ കുടിച്ചിറക്കിയില്ല. ശിവാനി ഇപ്പൊ എന്റെ അകത്ത് കിടക്ക. അങ്ങനെയാണെങ്കി ശിവാനി ഇപ്പൊ എന്റെ അല്ലേ? എന്ത് പറ്റി ബ്രോ? എന്ത് ഇങ്ങനെ നോക്കുന്നേ? ഈ വിഷയം നിനക്ക് അറിയില്ലായിരുന്നെന്നാണോ? നീ അന്ന് ഗസ് ചെയ്തതല്ലേ എന്റെ പെണ്ണിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എന്ന ലെറ്ററിൽ നിന്നാണെന്നുള്ള കാര്യം? എസ് ഫോർ ശിവാനി. ബ്രോ, നിനക്കൊരു കാര്യം അറിയോ? ഈ ലവ് മാറ്ററില്ലേ, ഞാൻ തന്നെ സീനിയർ. ശിവാനി ആദ്യം ഇഷ്ടപ്പെട്ടത് തന്നെ ഞാനാ. നീ എന്റെ ജൂനിയർ ആടാ. ബ്രോ, എന്തിനിപ്പ ഇങ്ങനെ ചിരിക്കുന്നേ? നീ എന്റെ സീനിയർ, ഞാൻ നിന്റെ ജൂനിയർ. എന്നിട്ട് ശിവാനിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ ജൂനിയർ. നീയോ ദേവദാസിനെ പോലെ നടന്നു. ബ്രോ, നിന്റെ കൂടെ ശിവാനിയുടെ കല്യാണം ഫിക്സ് ചെയ്തെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ നീ താലി കെട്ടിയിട്ടില്ലല്ലോ. അതായത് നീ ശിവാനിയുടെ കഴുത്തില് 3 കെട്ട് കെട്ടിക്കഴിഞ്ഞാലേ അവള് നിന്റേതാവുള്ളൂ. ഒരു പക്ഷെ 3 കെട്ട് കെട്ടാൻ പറ്റിയില്ലെങ്കിലോ? ബ്രോ,
എനിക്കെന്തോ നീ ശിവാനിയെ 3 കേട്ട് കേട്ടെന്ന് തോന്നില്ല. ബ്രോ, നീ അടിച്ച് സെറ്റായെന്നാ തോന്നുന്നത്. വീട് എന്നിട്ട് ഇവിടെ പിടിച്ചോ. ഇപ്പൊ സെറ്റായി. ബ്രോ ശരിക്ക് കേട്ടോണം, എന്നെ ശിവാനിയും ആരെ കൊണ്ടും അകറ്റാൻ പറ്റില്ല. ശിവാനിയെ താലി കെട്ടാൻ പോകുന്നത് ഈ ഞാനാ. നീയാ? ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ഞാനാ? അവള് എനിക്കുള്ള പെണ്ണാടാ. ഒരു സാധ്യതയില്ല, അവൾ എന്റേതാ. ശരി, അവളുടെ കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു ചലഞ്ച്. ശിവാനി ആർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കേട്ടോ? ആ ചാലഞ്ച് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഡാ. ബ്രോ എന്താടാ? ബ്രോ എന്താ ബ്രോ എന്താ വെച്ചാ പറടാ. എനിക്കെന്തോ ശിവാനി എന്റെ കൂടെ ഒളിച്ചോടി വരുമെന്നാ തോന്നുന്നത്.